ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കറുത്തിരുണ്ട ആകാശം, കറുത്തിരുണ്ട മേഘങ്ങൾ, ഭൂമിയെ നനപ്പിച്ച് പെയ്യുന്ന മഴ. അതെ, കർക്കിടകം 1, രാമായണ മാസം ആരംഭം, നാലമ്പല ദർശനം എങ്ങനെ തുടങ്ങിയ പല വിശേഷങ്ങളും തുടങ്ങിയ കർക്കിടകം മാസം ഇവിടെ ആരംഭമായി. അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ശ്രീ ഭഗവതിക്ക് വെക്കലുണ്ടോ? ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ശ്രീ ഭഗവതിക്ക് വെക്കൽ കാണുന്നത് കേട്ടോ. അപ്പോൾ ശ്രീ ഭഗവതിക്ക് വെക്കൽ നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. രാവിലെ ദേഹശുദ്ധി വരുത്തി വീടും പരിസരവും വൃത്തിയാക്കി വാൽക്കണ്ണാടി, രാമായണ ഗ്രന്ഥം, കൺമഷി, കുങ്കുമം, ചാന്ത്, നെല്ല്, അരി, നാണയം, വെറ്റില, അടയ്ക്ക, ചന്ദനമുട്ടി, കിണ്ടിയിൽ ശുദ്ധജലം, ദശപുഷ്പങ്ങളായ മുക്കുറ്റി, കറിക, പൂവാങ്കുറുനില എന്നിവയൊക്കെ ഒരുക്കി നമ്മുടെ ഒരു പലകേമ, രാമായണം കൂടി വേണം കേട്ടോ, ഒക്കെ സെറ്റ് ചെയ്ത് നമ്മുടെ പലകേമ വയ്ക്കുക. ഇതിൻ്റെ വിശ്വാസം എന്താണെന്ന് പറഞ്ഞാൽ ശ്രീ ഭഗവതി നേരിട്ട് ഭവനത്തിൽ എഴുന്നള്ളി കണ്ണെഴുതി ചന്ദനക്കുറി ഇട്ട് ദശപുഷ്പം ചൂടി അനുഗ്രഹിച്ച് പോകുന്നു എന്നാണ് ഇതിന് പിന്നിലെ വിശ്വാസം. അതായത് കർക്കിടകം 7 ദിവസം ഇതേപോലെ ഞങ്ങളുടെ പൂജാമുറിയിൽ എൻ്റെ അമ്മ ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ അമ്മയോടൊക്കെ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, അമ്മയുടെ ചെറുപ്പകാലത്ത്, അതായത് എൻ്റെ അമ്മൂമ്മയൊക്കെ ചെയ്തിരുന്നു ഈ ശ്രീ ഭഗവതിക്ക് വെക്കൽ. നിൻ്റെ കാലൊക്കെ ആയപ്പോൾ എനിക്കറിയില്ല, അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. അപ്പോൾ മക്കൾക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ മോളൊക്കെ നേരത്തെ എണ്ണിട്ടുണ്ട്. അപ്പോൾ ഞാനും എൻ്റെ മോളും കൂടി അമ്പലത്തിൽ പോവാണ് കേട്ടോ. അപ്പോൾ അമ്പലത്തിൽ വേറെ എവിടേക്കല്ല, തിരുവാണിക്കാവ് അമ്പലത്തിലേക്കാണ് പോകുന്നത്, എൻ്റെ അടുത്ത അമ്പലത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ രാജു രാവിലെ പട്ടൊക്കെ തിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല, രാജുവിന് ഇന്ന് ആനയോട്ടാണ്, അമ്പലത്തിൽ വെച്ചാണ് ഗണപതി ഹോമം ആനയോട്ട് നടക്കുന്നത്. അപ്പോൾ നമുക്ക് മലയാളികൾക്കൊരു സ്വഭാവം ഉണ്ടല്ലോ, കിണറും കുളമൊക്കെ കണ്ട വെള്ളം എത്രയായെന്ന് നോക്കാൻ. അപ്പോൾ മഴക്കാലമായ കാരണം ഞാൻ ഓടിപ്പോയി വെള്ളം എത്രയാണെന്ന് നോക്കി. കുളത്തിൽ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഞങ്ങൾ പുറപ്പെട്ടു നേരെ ഒല്ലൂക്കര ചെറുകുളങ്ങര ശിവക്ഷേത്രത്തിലേക്ക് വന്നു. അങ്ങനെ ശിവനെയും ദേവിയെയും തൊഴുത് ഞങ്ങൾ ഇതേ കയറി. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇതേ അമ്പലത്തിൽ ചുറ്റും നിറച്ചും ചെടികൾ വെച്ച് പിടിപ്പിച്ചേക്കട്ടോ. അത് ഈ കമ്മിറ്റിക്കാരുടെ വലിയൊരു മേന്മയാണ്. കാരണം എവിടെ നോക്കിയാലും പൂക്കളാണ്. അമ്പലത്തിലേക്ക് ആവശ്യമുള്ള പൂക്കളും പൂജയ്ക്ക് ആവശ്യമായ പൂക്കളും എല്ലാം ഇവിടെ നിന്ന് നമുക്ക് പറിക്കാൻ പറ്റും കേട്ടോ. അവരത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അത്യാവശ്യം മഴയില്ലാത്ത സമയത്തായാലും അതായത് വേനൽക്കാലത്തും അവർ വെള്ളം ഒഴിച്ച് പരിപാലിച്ച് പോകുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ ദിവസം എന്താണെന്ന് വെച്ചാൽ രാവിലെ തുടങ്ങിയ മഴയാണ്. ആനയൂട്ടായ കാരണമായിരിക്കും. കാരണം കർക്കിടകം 1-ാം തീയതിയും സംക്രാന്തിയും നല്ല മഴ പെയ്യാറുണ്ട്. ഇന്നും കുറച്ച് നേരം ഞങ്ങൾക്ക് അമ്പലത്തിൽ പോകണ വരെ കുറച്ച് നേരം മഴ ഒഴിഞ്ഞു നിന്ന കാരണം ഞങ്ങൾ രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞ് വീണ്ടും മഴ വീണ്ടും സ്റ്റാർട്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് ഞങ്ങൾക്ക് വീട്ടിൽ കയറിയ കാരണം ഞാൻ രക്ഷപ്പെട്ടു. അപ്പോൾ ഇതാണ് ശിവക്ഷേത്രം കേട്ടോ. ഇവിടെ ഞങ്ങളുടെ അമ്പലത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ മുത്തശ്ശിയാലായിരുന്നു. എൻ്റെ ചെറുപ്പത്തിലൊക്കെ മുത്തശ്ശിയാൽ വളരെ ഭംഗിയിൽ നിന്നിരുന്നതാണ്. കഴിഞ്ഞ 2 കൊല്ലം മുമ്പ് കാറ്റും മഴയും പെയ്തപ്പോൾ ഇവിടുത്തെ മുത്തശ്ശിയാലും മുമ്പിലുള്ള ആലും കടപുഴകി വീണു. അപ്പോൾ അതിന് പകരം കുഞ്ഞൊരാൽ അവർ ചെടി നട്ട് വെച്ചിട്ടുണ്ട്. അത് ചെറുതായിട്ട് ഇനി പൊന്തി വരണുള്ളൂ. അപ്പോൾ മോൾ എന്നോട് ചോദിച്ചു, അമ്മ ഇത് എപ്പോഴാണ് മുത്തശ്ശിയാലാവുമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, പണ്ട് എൻ്റെ ചെറുപ്പത്തിലാണ് ഈ ആലിവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ നിൻ്റെ കല്യാണം കഴിഞ്ഞ് നിൻ്റെ മക്കളാവുമ്പോഴും ആ മുത്തശ്ശിയാൽ വളരെ അത്രയൊക്കെ ആവും. അത് കഴിഞ്ഞ് ഞങ്ങൾ തൊഴുത് കഴിഞ്ഞ് ഞങ്ങൾ എൻ്റെ വണ്ടിയുടെ അടുത്തേക്ക് എത്തി. ഇതാണ് കേട്ടോ നമ്മുടെ റോഡ് സൈഡിലുള്ള ഒല്ലൂക്കര ശ്രീ ചെറുകുളങ്ങര ഭഗവതി ശിവക്ഷേത്രം. അപ്പോൾ അമ്പലത്തിലൊക്കെ തൊഴുത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ച് കയറുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.